ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, അത് നമ്മൾ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. സോ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് മെട്രിസസിൻ്റെ ഡെഫിനിഷൻ കണ്ടു, ദെൻ ടൈപ്സ് ഓഫ് മെട്രിസസ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഫോർ മെട്രിക്സിൽ അപ്ലൈ ചെയ്യാവുന്ന റോ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു. അത് 3 ടൈപ്പ് റോ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മളൊരു മെട്രിക്സിനെ റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ്. നമ്മൾ 3 ടൈപ്പ് റോ ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ മെട്രിക്സിനെ നമ്മൾ റോ എക്ലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നത്. ദെൻ ഈ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിൽ നിന്നാണ് നമുക്കൊരു മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. അതെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ആ ഫൈനൽ കിട്ടുന്ന റോ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ്, അതായത് കംപ്ലീറ്റ് എലമെൻസും സീറോ ആവാത്ത എത്ര റോസ് ഉണ്ടെന്ന് നോക്കും. ദാറ്റ് നമ്പർ ആയിരിക്കും ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ ബാക്കിയായിട്ട് ഇനി വരുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നാൽ ആ വെക്ടേഴ്സിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ദെൻ ആ മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുക. ആ റാങ്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നോക്കിക്കോ എല്ലാവരും. റാങ്ക് ഓഫ് എ മെട്രിക്സ് ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്. അപ്പോൾ അവിടെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എ സെറ്റ് ഓഫ് n വെക്ടേഴ്സ് v1 v2 എക്സെട്ര v1 എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടർ, v2 സെക്കൻഡ് വെക്ടർ, ദെൻ എക്സെട്ര n വെക്ടേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സ് വേർ എ ഈസ് എ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ഈച്ച് വെക്ടർ ആസ് എ റോ. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് n വെക്ടേഴ്സ് തരുവാണ്, v1 v2 എക്സെട്ര vn. ഇതിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട്, ഈ v1 എന്ന് പറയുന്ന വെക്ടറിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വെക്ടേഴ്സിനെ നമ്മൾ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് v1ലെ എലമെൻറ്റ്സിനെ നമ്മൾ ഫസ്റ്റ് റോയിൽ കൊടുക്കുന്നു, സെക്കൻഡ് റോയിൽ v2ലെ എലമെൻറ്റ്സ് കൊടുക്കുന്നു, അങ്ങനെ nth റോയിൽ vnലെ എലമെൻറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് നമുക്കവിടെ ഫോം ചെയ്യും. ഈ മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ ഫൈൻഡ് ചെയ്യുക. നമ്മൾ എങ്ങനെയായിരുന്നു റാങ്ക് ഫൈൻഡ് ചെയ്യുന്നത്? ഈ മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് അല്ലെങ്കിൽ റോ റിഡ്യൂസ്ഡ് ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ റാങ്ക് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഈ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സ്. അതായത് റാങ്ക് ഓഫ് ദ മെട്രിക്സും അതിലെ നമ്പർ ഓഫ് റോസ്, അതായത് n വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താവണം? ഈക്വൽ ടു n ആണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. ഓക്കെ, റാങ്ക് ഓഫ് ദ മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സും സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എപ്പോഴായിരിക്കും? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. അതായത് ഒരു നോൺ സീറോ കംപ്ലീറ്റ് എലമെൻറ്റ്സും സീറോ ആവുന്ന ഒരു റോ എങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഒരു റോയും കംപ്ലീറ്റ്ലി സീറോ ആവുന്നില്ല എങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സ് ആണെങ്കിൽ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് താഴെ കൊടുത്തേക്കുന്നത്. നോക്കി, ആർ ദ വെക്ടേഴ്സ് 3, -1, 4, 6, 7, 5 ആൻഡ് 9, 6, 9 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്? അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെക്ടർ ആയിരിക്കും v1, ഇത് v2,
ദെൻ ഇത് v3. 3 വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് വെക്ടറിനെ നമ്മൾ ഫസ്റ്റ് റോയിൽ കൊടുക്കുക, സെക്കൻഡ് വെക്ടറിനെ സെക്കൻഡ് റോയിൽ കൊടുക്കുക, തേർഡ് വെക്ടറിനെ തേർഡ് റോയിൽ കൊടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യം മെട്രിക്സ് ഫോം ചെയ്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് റോയിൽ 3 - 1 4 ഫസ്റ്റ് റോ വെക്ടർ കൊടുത്തു, സെക്കൻഡ് റോയിൽ സെക്കൻഡ് വെക്ടർ കൊടുത്തു, തേർഡ് റോയിൽ തേർഡ് വെക്ടറും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? റോ ട്രാൻസ്ഫോർമേഷൻ. നമുക്കിതിനെ റോ എക്ലോൺ ഫോം അല്ലെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് റോയെ അതേപോലെ തന്നെ നിർത്തുക. ഓക്കെ, ഫസ്റ്റ് റോ അതേപോലെ തന്നെ നിർത്തുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 3. ഓക്കെ, അതിന് താഴെയുള്ള ഈ 2 എലമെൻറ്റ്സിനെ നമുക്ക് എന്താക്കണമായിരുന്നു? 0 ആക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. ഇവിടെ 6 ആണ് നമ്മുടെ എലമെൻറ്റ്. 6 - 6 ചെയ്താലേ 0 ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയുമായിട്ടാണ് റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയായിട്ട് എങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം? R2 goes to R2-ൽ നിന്ന് നമുക്ക് 6 - 6 വേണം. അപ്പോൾ ഇവിടെ 3യുടെ അവിടെ 6 വരണേ എന്ത് ചെയ്താൽ 3 × 2 ചെയ്താൽ മതി. അപ്പോൾ 2R1 സബ്ട്രാക്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ 6 - 6 0 ആവും. ഇത് 7 - 2 വരും. അപ്പോൾ അത് 7 + 2 9 ആവും. അടുത്തത് 5 - 8 വരും. അത് -3 കിട്ടും. അപ്പോൾ ആ റോ ഓക്കെ ആയല്ലോ. ദെൻ അടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്താ? ഈ 9ൻ്റെ അവിടെ 0. അപ്പോൾ 9 - 9 വന്നാൽ 0 ആവത്തുള്ളൂ. അപ്പോൾ R3ക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം? R3 goes to R3 - 3 × 3 ചെയ്താലേ 9 ആവത്തുള്ളൂ. അപ്പം 3R1 ചെയ്യുക. ആ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തെ എലമെൻറ്റ് 9 - 9 = 0 വരും. ഇവിടെ 0 ആയി. അടുത്തത് 6 - 3 × -1. അപ്പോൾ 6 + 3 എന്ത് വരും? 9 ആവും. അതവിടെ കിട്ടി. അടുത്തത് വരുന്നത് 9 - 3 × 4 9 - 12. അപ്പോൾ -3 കിട്ടും. അപ്പോൾ അതാണ് ഈ റോയിൽ കിട്ടിയത്. ഓക്കെ, 9 - 3 എന്ന് കിട്ടി. ആ റോയിലും കിട്ടി. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഓക്കെ ആയി, സെക്കൻഡ് റോയും ഓക്കെ ആയി. ഇനി തേർഡ് റോയിൽ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ 9. ആ 9 താഴെയുള്ള എലമെൻറ്റിനെ നമ്മൾ 0 ആക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 9 0 ആക്കാൻ എന്ത് ചെയ്യണം? R3 എന്ന റോയ്ക്കാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. R3-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? R2 കുറച്ചാൽ പോരെ? 9 - 9. നമ്മളെപ്പോഴും പറഞ്ഞു തൊട്ട് മുമ്പത്തെ റോയുമായിട്ടായിരിക്കും നമ്മളെപ്പോഴും ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ 9 - R3 - R2 ചെയ്യുക. അപ്പോൾ നമുക്ക് 9 - 9 0 കിട്ടും. -3 - -3 എന്ന് പറഞ്ഞാൽ 0യും കിട്ടും. അപ്പോൾ നമ്മൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തു. ഇത് റോ റെഡ്യൂസ്ഡ് ഫോമിലേക്കായി. അപ്പോൾ ഇനി റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞ് നമ്മൾ എന്തായിരുന്നു? ആ മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുക. ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് റോ നോൺ സീറോ ആണ്, സെക്കൻഡ് റോയും നോൺ സീറോ ആണ്, തേർഡ് റോ കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. അപ്പോൾ റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 ആണ്. ബട്ട് നമുക്കിവിടെ എത്ര റോസ് ഉണ്ടായിരുന്നു? ഈ മെട്രിക്സിൽ 1 2 3 റോസ് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് റോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആയിരുന്നെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയേനെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ സെയിം പാറ്റേണിലുള്ള പ്രോബ്ലംസ് ആണ് താഴെ കിടക്കുന്നത്. അത് നിങ്ങൾ തന്നെ നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ഓരോ റോസ് ആയിട്ട് കൊടുക്കുക. അതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ലെസ് ദാൻ നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ പോയിൻ്റ് ഓർത്ത് വെക്കുക. അതനുസരിച്ച് പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ സ്റ്റെപ്സ് പറയാനൊന്നുമില്ല. നിങ്ങൾ ആ റോ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കുക. എന്ത് റോ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് കാൽക്കുലേഷൻസ് തെറ്റിക്കാതെ ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 4 5 7 പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോൾ കടന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള ടോപ്പിക്സ് ആവശ്യമുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് വിട്ട് കളയരുത്. അത് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്സ്. ചിലപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം.
അതാണ് ഈ ലീനിയർ ഇക്വേഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. സോ അത് നിങ്ങൾ കൂടെ നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ ലീനിയർ ഇക്വേഷൻ്റെ ഒരു സിസ്റ്റം. അതായത് എക്സ് പ്ലസ് 3y = 2, എക്സ് പ്ലസ് 4y = 9, 3x + 2y = 7. ഇതൊക്കെ പറയുന്ന കുറച്ച് ലീനിയർ ഇക്വേഷൻസാണ്. അതപ്പോൾ ഇത് ഒരു സിസ്റ്റമോ ഈ 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്താൽ അതിനൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻസിനെ ഹൗ ടു സോൾവ്, എങ്ങനെ അതിനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അതിനൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വി കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് m ലീനിയർ ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് x1, x2, etc. xn. അപ്പോൾ നമ്മൾ എത്ര ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നത്? m ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. n വേരിയബിൾസിലുള്ള m ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് ഇക്വേഷനാണ് a11 x1 + a12 x2 + etc. a1n xn = b1. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് a21 x1 + a22 x2 + etc. a2n xn = b2. അങ്ങനെ m ഇക്വേഷൻസ് ആണ്. am1 x1 + am2 x2 + etc. amn xn = bm. അങ്ങനെ നമ്മൾ m ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എത്ര വേരിയബിൾസ് ഉണ്ട്? n അൺനോൺസ് ഉണ്ട്. x1, x2, etc. xn. n അൺനോൺസ് ആണുള്ളത്. എത്ര ഇക്വേഷൻസ് ആ? a11 ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ, അങ്ങനെ m ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ജനറൽ റെപ്രസെൻറ്റേഷനാണ് ഈ പറയുന്നത്. ഇനി ഈ ഇക്വേഷനെ നമ്മളൊരു മെട്രിക്സ് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ദീസ് ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ആസ്, എങ്ങനെയാണ്? ഈ ഓരോ x1, x2, etc. xൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഇല്ലേ, അതിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു. ഏതൊക്കെ? a11 ഫസ്റ്റ് റോയിൽ നിന്ന്, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് റോയിലേക്ക് നമുക്ക് ഏതൊക്കെ എടുക്കാം? a11, a12, etc. a1n, അതാണ് ഫസ്റ്റ് റോ വന്നേക്കുന്നത്. അടുത്ത സെക്കൻഡ് റോയിൽ a21, a22, etc. a2n, അതാണ് സെക്കൻഡ് റോ വന്നത്. ലാസ്റ്റ് റോയിൽ am1, am2, etc. amn, അതാണ് ലാസ്റ്റ് റോയിൽ വന്നത്. അപ്പോൾ അത് കോഎഫിഷ്യൻസ് തന്നെയുള്ളൊരു മെട്രിക്സ് എടുത്തു. ദെൻ നമ്മുടെ വെക്ടേഴ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? അൺനോൺസ് ആയിട്ട് വരുന്ന x1, x2, etc. xn, അതിനെ നമ്മളൊരു കോളം വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. x1, x2, etc. xn ഈക്വൽ ടു കഴിഞ്ഞ് നമുക്കൊരു മെട്രിക് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, b1, b2, etc. bm, അതിനെ നമ്മൾ അടുത്ത വെക്ടറായിട്ട് എഴുതി. അപ്പോൾ ഇതിലെ ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ മെട്രിക്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിനകത്തെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെയാണ്. ഓക്കെ, അത് താഴെ പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യൻ മെട്രിക്സ്, ഇത് കോഎഫിഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഇത് മെട്രിക്സ് ഓഫ് അൺനോൺസ് ആയിരിക്കും. x1, x2, etc. xn, അതാണല്ലോ നമ്മുടെ അൺനോൺ വാല്യൂസ് ഉള്ളത്. മെട്രിക്സ് ഓഫ് അൺനോൺസ് ആയിരിക്കും. എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ് ആയിരിക്കും, അല്ലെ? ഈ ലാസ്റ്റ് വന്ന b1, b2, etc. bm എന്ന് പറയുന്ന ആ മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. അപ്പോൾ അതിനെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് നമ്മളൊരു മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ax = b, വേർ a = നമ്മുടെ ആദ്യത്തെ മെട്രിക്സ്, x എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആൻഡ് b എന്ന് പറയുന്നത് ഈ മെട്രിക്സ്. ഓക്കെ, അതിലെ a എന്ന മെട്രിക്സിനെ വിളിക്കുന്ന, ഹിയർ a ഈസ് കോൾഡ് ദ കോഎഫിഷ്യൻ മെട്രിക്സ് ആണല്ലോ. അതായത് x1, x2, etc. xnൻ്റെ എല്ലാം കോഎഫിഷ്യൻസിനെ കമ്പൈൻ ചെയ്ത് വെച്ച ഒരു മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഇതിനാദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു പുതിയൊരു മെട്രിക്സ് നമ്മൾ ഇതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ab. a എന്താണെന്ന് നമുക്കറിയാലോ. a എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ മെട്രിക്സാണ്. b എന്താണെന്ന് അറിയാലോ, ഈ മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു പുതിയ മെട്രിക്സ് ഉണ്ടാക്കുന്നു. എന്ത് ചെയ്താൽ മതി? a എന്ന മെട്രിക്സ് ആദ്യം കംപ്ലീറ്റ് എഴുതുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് കോളമായിട്ട് നമ്മുടെ b എന്ന മെട്രിക്സും കൂടെ കൊടുക്കുക. അതിനെയാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരുന്നു. അതിന് നമ്മൾ കോഎഫിഷ്യൻ മെട്രിക്സ്, മെട്രിക്സ് ഓഫ് അൺനോൺസ്, കോൺസ്റ്റൻറ്റ് മെട്രിക്സ്, അങ്ങനെ 3 മെട്രിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മളൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ജനറേറ്റ് ചെയ്യുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ab, a എന്ന് പറയുന്ന കോഎഫിഷ്യൻ മെട്രിക്സും നമ്മുടെ കോൺസ്റ്റൻറ്റ് മെട്രിക്സും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ മെട്രിക്സ് ആയിട്ട് എഴുതുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞേ? എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിൽ എഴുതാമെന്നാണ് പറഞ്ഞേ. ഇൻ ദിസ് സിസ്റ്റം, അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ഇഫ് ബി ഈക്വൽ ടു 0 ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അതായത് നമ്മുടെ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? B1 B2 എക്സെട്ര BM അല്ലേ? അതെല്ലാം 0 0 0 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണെങ്കിൽ, അതായത് ബി കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ നമ്മളതിനെ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയും. ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്നും പറയും. അതായത് എ എക്സ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷനെങ്കിൽ അത് ഹോമോജീനിയസ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ അത് പറയുന്നു, എനി സെറ്റ് ഓഫ് വാല്യൂസ് x1 x2 എക്സെട്ര xn വിച്ച് സാറ്റിസ്ഫൈ സൈമൾട്ടേനിയസ്ലി ദ m ഇക്വേഷൻസ് ഈസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം. അതായത് ഈ എ എക്സ് ഈക്വൽ ടു ബി സോൾവ് ചെയ്ത് കിട്ടുന്ന ആ വെക്ടേഴ്സിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ അടുത്ത് പറയുന്നത്, എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാവിങ് നോ സൊല്യൂഷൻ ഈസ് കോൾഡ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നു, അതിന് സൊല്യൂഷൻ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തെ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയും. സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തിനെയാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്നിൽ കൂടുതലോ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഒന്നിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയും. സൊല്യൂഷൻ ഇല്ല എങ്കിൽ അതിനെ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഓക്കെ, അത്രയും ടേംസ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരു കണ്ടീഷനാണ് അടുത്ത് പറഞ്ഞത്. എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ ആൻഡ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആർ ഓഫ് ദ സെയിം റാങ്ക്. അതായത് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എയ്ക്കും നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിക്കും സെയിം റാങ്ക് ആണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പറയുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് എ ഗിവൺ മെട്രിക്സ് ടു എക്ലോൺ ഫോം യൂസിങ് എ ചെയിൻ ഓഫ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് ഈസ് കോൾഡ് ഗോസ് എലിമിനേഷൻ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഗോസ് എലിമിനേഷൻ പ്രോസസ്സ്? നമുക്ക് തന്നിരിക്കുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ഒരു ചെയിൻ ഓഫ് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ മെട്രിക്സിന് സൊല്യൂഷൻ ഉണ്ടോ, എത്ര സൊല്യൂഷൻ ഉണ്ട്, അത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ 3 കേസസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ കേസാണ് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ എന്തായിരിക്കും? ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. ഇനി അടുത്ത് പറയുന്നത് ഈ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇത് ആ മെട്രിക്സിന് റാങ്ക് കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് ഈക്വൽ ടു ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അതായത് എത്ര അൺനോൺ വാല്യൂസ് ഉണ്ട്, x1 x2 എക്സെട്ര എക്സ് എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അത് 3ഉം ഈക്വൽ ആണെങ്കിൽ ദ സിസ്റ്റം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. കൺസിസ്റ്റൻറ്റും ആയിരിക്കും, യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ദെൻ അടുത്ത 3ാമത്തെ കേസ് വരുന്ന റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആയിരിക്കും, ബട്ട് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ബട്ട് അതിന് യുണീക്ക് സൊല്യൂഷൻ അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കൺസിസ്റ്റൻ്റ് ആവാൻ നമ്മൾ പറഞ്ഞായിരുന്നു റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവണം. അപ്പോൾ അങ്ങനെ ആവുന്ന കേസിൽ തന്നെ 2 ഓപ്ഷൻസ് വരും. നമ്പർ ഓഫ് അൺനോൺസും കൂടി ഈക്വൽ ആയാൽ അത് യുണീക്ക് സൊല്യൂഷൻ, കൺസിസ്റ്റൻ്റ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ആ 3 കേസസ് ഓർത്തിരുന്നോളാം. ഇനി ഇഫ് ദ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് യൂസിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഇനി അത് ഇത്രയും കേസ് നമ്മൾ പറഞ്ഞത് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസ്, എ എക്സ് ഈക്വൽ ടു ബി വരുന്ന കേസായിരുന്നു. ഇനി ബി ഈക്വൽ ടു 0 ആവുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, എ എക്സ് ഈക്വൽ ടു 0 ആവുന്നത്. അവിടെ എ ബി അതായത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഉണ്ടാവുമോ? ഇല്ല. ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അത്
ഹോമോജീനിയസ് സിസ്റ്റം ആയിരിക്കും, അതിന് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അതിനൊരു ട്രിവിയൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് താഴെ കൊടുത്തത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിസ്റ്റം ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി ആണ്, അത് ബി നോട്ട് ഈക്വൽ ടു, അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ബി നോട്ട് ഈക്വൽ ടു 0 ആവുന്നത് നോൺ ഹോമോജീനിയസ് ആയിരിക്കും, ബി ഈക്വൽ ടു 0 ആവുന്നത് ഹോമോജീനിയസ് ആയിരിക്കും. ഇനി ബി ഈക്വൽ ടു നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന കേസുമുണ്ട്, കൺസിസ്റ്റൻ്റ് ആവുന്ന കേസുമുണ്ട്. ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് രണ്ട് ടൈപ്പ് വരും, യൂണീക്ക് സൊല്യൂഷൻ വരും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരും. ദെൻ അതുപോലെ തന്നെയാണ് സിസ്റ്റം ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണെങ്കിൽ അത് രണ്ട് കേസ് വരും, ഒന്ന് ട്രിവിയൽ സൊല്യൂഷൻ വരും, ഒന്ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരും. അതൊരു ഫ്ലോ ചാർട്ടായിട്ട് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കിതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. സോൾവ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് x1 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് -x1 പ്ലസ് x2 മൈനസ് x3 ഈക്വൽ ടു 0. ദെൻ അടുത്തത് 10x2 പ്ലസ് 25x3 ഈക്വൽ ടു 90. ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 20x1 പ്ലസ് 10x2 ഈക്വൽ ടു 80. അപ്പോൾ എത്ര സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്? 4 ഇക്വേഷൻ ഉണ്ട്. എത്ര അൺനോൺസാണ് ഉള്ളത്? 3 അൺനോൺസ്. ഏതൊക്കെയാണ്? x1 ഉണ്ട്, x2 ഉണ്ട്, ദെൻ x3 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇതിനെ എ എക്സ് ഈക്വൽ ടു ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സൊല്യൂഷൻ കൊണ്ട് എ എക്സ് ഈക്വൽ ടു ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ x1ൻ്റെ കോഎഫിഷ്യൻസ് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് കൊടുക്കുക, മൂന്നാമത്തെ കോളത്തിൽ x3യുടെ കോഎഫിഷ്യൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ വരും, ഇവിടുത്തെ 1 ഇൻറ്റു x ആണ്. അപ്പോൾ 1, പിന്നെ -1 1. അടുത്ത എങ്ങനെ വരും? സെക്കൻഡ് റോയിൽ എന്ത് വരും? സെക്കൻഡ് റോയിൽ -1, ദെൻ 1, ദെൻ -1 വരും. ദെൻ തേർഡ് റോയിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് 0 ആയിരിക്കും. ദെൻ x2ൻ്റെ അടുത്ത് 10 വരും, x3യുടെ 25 വരും. ഓക്കെ, ഇനി ലാസ്റ്റ് റോയിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് 20, x2ൻ്റെ കോഎഫിഷ്യൻ്റ് 10, x3ക്ക് കോഎഫിഷ്യൻ്റ് ഇല്ല, സോ 0 കൊടുത്തു. ഓക്കെ, അത് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആയി. ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അൺനോൺസ് ഏതൊക്കെയായിരുന്നു? x1, x2, x3 ആണ്. ഈക്വൽ ടു കഴിഞ്ഞ് ബി മെട്രിക്സ് കൊടുക്കുക, 0 0 90 80. അത്രയും നമ്മൾ കൊടുത്തു. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി എ എക്സ് ഈക്വൽ ടു ബി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എങ്ങനെയായിരുന്നു എഴുതുന്നത്? എ എന്ന മെട്രിക്സിനെയും ബി എന്ന മെട്രിക്സിനെയും കൂടെ ക്ലബ് ചെയ്ത് എഴുതുക. അപ്പോൾ ആദ്യം ഇത്രയും പാർട്ടിൽ എ എഴുതി, ദെൻ അത് കഴിഞ്ഞ് ബിയും കൂടെ കൊടുത്തു. അപ്പോൾ അതൊരൊറ്റ മെട്രിക്സ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. റോ റെഡ്യൂസ്ഡ് ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിന് താഴെയുള്ള എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ 0 ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ആദ്യത്തെ റോ ഓക്കെയാണ്, അത് അതേപടി എഴുതി. സെക്കൻഡ് നമ്മളിനി എന്താ ചെയ്യുന്നത്? സെക്കൻഡ് റോയിൽ ഈ -1നെ 0 ആക്കണം. അടുത്ത റോയിൽ അത് ഓൾറെഡി 0 ആണ്, അപ്പോൾ അതിനൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഇനി ഈ 20യും ഫോർത്ത് റോയ്ക്ക് നമ്മൾ ചേഞ്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? R2 എന്ന റോയ്ക്കാണല്ലോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. R2നെ എങ്ങോട്ട് മാറ്റണം? R2നെ നമ്മൾ 0, അപ്പോൾ -1 + 1 ചെയ്താൽ, അപ്പോൾ R2 R1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ -1 + 1 0 ആയി, 1 - 1 0 ആയി, -1 + 1 0 ആയി, 0 0. അത് ഓൾറെഡി 0 കംപ്ലീറ്റ്ലി എലമെൻറ്റ്സ് എല്ലാം 0 ആയിപ്പോയി. അപ്പോൾ R2ന് ചേഞ്ച് കൊടുത്തു. R3ക്ക് ചേഞ്ച് കൊടുക്കേണ്ട, കാരണം അവിടെ ഓൾറെഡി 0 ആണ്. അതപ്പോൾ അതേപടി ഇരുന്നാൽ മതി. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ 20യെ 0 ആക്കണം. 20 - 20 ചെയ്താലേ 0 ആകത്തുള്ളൂ. അപ്പോൾ R4 എന്ന റോയ്ക്ക് നമ്മൾ എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം? R4ൽ നിന്ന് നമ്മൾ R1ഉമായിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. R4 - 20 R1 ചെയ്യുക. ഓക്കെ, ചെയ്യുമ്പോൾ 20 - 20 0 ആവും. ഇനി 10 + 20 വരും, അതപ്പോൾ 30 ആവും. 0 + 20 0 - 20 വരും, അപ്പോൾ -20 ആവും. 80 - 0 വരും, അത് 80 ആവും. ഓക്കെ, അപ്പോൾ ആ റോ
നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പറഞ്ഞു റോസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. അപ്പോൾ ആ റോയെ നമ്മളെന്താ കംപ്ലീറ്റ്ലി ഒരു റോ 0 ആയെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകണം, ഏറ്റവും ലാസ്റ്റ് റോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞു റോ ഇൻ്റർചേഞ്ച് ചെയ്യാം. നമ്മുടെ റോ ട്രാൻസ്ഫോർമേഷനിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റോ ട്രാൻസ്ഫോർമേഷനായിട്ട് R2 R4 കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് റോ ഓക്കെ ആയി, സെക്കൻഡ് റോയും ഓക്കെ ആയി. ഇനി തേർഡ് റോയിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഈ 30 ആണ്. ആ 30ക്ക് താഴെയുള്ള എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ 0 ആക്കണം. അപ്പോൾ ഈ 10നെ നമുക്ക് 0 ആക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്താ, 10 എന്ന് കിടക്കുന്ന ഏത് റോയിലാണ് കിടക്കുന്നത്? 10 എന്ന് പറയുന്ന തേർഡ് റോയിലാണ് അല്ലേ? അപ്പോൾ തേർഡ് റോയെ R3യെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? R3യിൽ നിന്ന് നമുക്ക് 10 സബ്ട്രാക്ട് ചെയ്യണം. ഈ 10 സബ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓക്കെ, 10ൽ നിന്ന് നമുക്ക് 30 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ വേണ്ടത്? 10 - 10 വന്നാൽ 0 ആവത്തുള്ളൂ അല്ലേ? പക്ഷെ നോക്കി നമ്മുടെ സെക്കൻഡ് റോയിൽ 30, അപ്പോൾ അതിലും വലിയൊരു നമ്പറാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ R3യിൽ നിന്ന്, അതായത് ഈ 10ന് പകരം അവിടെ 30 വന്നാൽ 3 × R3 ചെയ്യാമല്ലോ നമുക്ക്. 3 R3യിൽ നിന്നും R2 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? നമുക്കിവിടെ 0, ആ 10ൻ്റെ സ്ഥാനത്ത് 0 വരണ്ടേ. അപ്പോൾ 30 - 30 ചെയ്താൽ 0 ആവും. അപ്പോൾ നമ്മൾ 3 R3 ചെയ്യുമ്പോൾ 3 × 10 30 ആയി. 30ൽ നിന്ന് സെക്കൻഡ് റോയിലെ ആ കറസ്പോണ്ടിങ് എലമെൻറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആവും. അപ്പം ഈ എലമെൻറ്റ് 0 ആയി. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഈ 25നെ നമ്മൾ, അപ്പോൾ 3 R3 25 × 3 എന്ന് പറയുമ്പം 75 ആവും. 75ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യാനാണ് R3, അപ്പം -20. അപ്പോൾ 75 + 20 എന്താവും? 95 ആവും. ആ 95 ആണ് ഇവിടെ കിടക്കുന്നത്. ദെൻ അടുത്ത് എന്താ? ഈ 90 × 3, അതായത് 270 ആവും. 270ൽ നിന്നും 80 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 190 കിട്ടും. ഓക്കെ, അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, റോ ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞു എപ്പോഴും സബ്ട്രാക്ട് 3 ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ അതിൽ നിന്ന് റോസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് റോയും ഓക്കെ ആയി. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. അപ്പോൾ നോക്കിയേ, നമ്മളിതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ റാങ്ക് ഓഫ് AB എന്തായിരിക്കും? റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് നമ്മുടെ ഈ കംപ്ലീറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി റാങ്ക് ഓഫ് A നോക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന് സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആക്ച്വലി ഇത്രയും വരുന്ന ആദ്യത്തെ 3 കോളംസ് ആണ് നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. അതിൻ്റെ റാങ്കും എന്ത് തന്നെയാണ്? നമുക്ക് ഈ AB-യുടെ റാങ്ക് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് തന്നെ Aയുടെ റാങ്കും എഴുതാം. അല്ലാതെ അത് സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. Aയും Bയും കൂടെ ക്ലബ് ചെയ്ത് എഴുതിയിട്ടാണ് AB എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിനകത്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ലാസ്റ്റ് കോളം അങ്ങ് ഒഴിവാക്കുക. ദെൻ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ലാസ്റ്റ് കോളം ഒഴിവാക്കുക. ഇതായിരിക്കും നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. Aയുടെ റാങ്കും എന്ത് തന്നെയാണ്? = 3. അപ്പോൾ റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A ആണ്. രണ്ടുപേരും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി യുണീക്ക് സൊല്യൂഷൻ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 x1 x2 x3 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയ? റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A = നമ്പർ ഓഫ് അൺനോൺസ്. 3ഉം ഈക്വൽ ആണ്, 3 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സിസ്റ്റം ഹാസ് എ കൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ, അല്ലെ യൂണീക്ക് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ AX = B എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ AB എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയത്. ഇനി AB ഇപ്പം നമ്മൾ അതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ കിട്ടിയ റോ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതുക. അതായത് AX = B എന്ന ഫോമിലേക്ക് എഴുതുക. അപ്പോൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആദ്യത്തെ ആ 3 കോളം എഴുതുക. 1 - 1 1 0 30 -20 0 0 95. ലാസ്റ്റ് റോ എഴുതേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി 0 ആയി പോയല്ലോ. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. = X x1 x2 x3 എഴുതി B എന്ന് പറയുന്നത് 0 വരും, 80 വരും, 190 വരും. അത് അത്രയും കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് മെട്രിക്സ് തിരിച്ചെഴുതാമല്ലോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. 1 × x1 x1 +- 1 × x2 -x2
പ്ലസ് x3 ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 0 ഇൻറ്റു x1 അത് വരത്തില്ല. 30x2 മൈനസ് 20x3 ഈക്വൽ ടു 8 കിട്ടും, സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്താ? x1ൽ 0 ഇൻറ്റു x1 അത് പോവും, 0 ഇൻറ്റു x2 അതും ഇല്ല. 95x3 ഈക്വൽ ടു 190 കിട്ടും. അപ്പോൾ 95x3 ഈക്വൽ ടു 190 ആണെങ്കിൽ x3 ഈക്വൽ ടു 190/95 ഈക്വൽ ടു x3യുടെ വാല്യൂ 2 കിട്ടും. ഇനി ഈ x3യുടെ വാല്യൂ 2 കിട്ടിയല്ലോ, അത് ആ ഇക്വേഷൻ ആ x3യുടെ വാല്യൂ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പം 30x2 ഈക്വൽ ടു 80 പ്ലസ് 20x3 എന്ന് എഴുതാം. അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം x2ൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. അപ്പം നമുക്കിപ്പോൾ x3 കിട്ടി, x3 ഈക്വൽ ടു 2 കിട്ടി, x2 ഈക്വൽ ടു 4 കിട്ടി. ആ രണ്ട് വാല്യൂസും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ x1 ഈക്വൽ ടു 2 കിട്ടും. അപ്പം നമ്മുടെ സെറ്റ് ഓഫ് വെക്ടേഴ്സ് x ഈക്വൽ ടു x1 x2 x3 കിട്ടി. 2 x1ൻ്റെ വാല്യൂ 2, x2ൻ്റെ വാല്യൂ 4 ആൻഡ് x3യുടെ വാല്യൂ 2. ഇതാണ് നമ്മുടെ യൂണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയതുകൊണ്ട് നമുക്ക് യുണീക്ക് സൊല്യൂഷനാണ് കിട്ടുന്നത്. കൺസിസ്റ്റൻറ്റുമാണ്, യുണീക്ക് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ എക്സ് ഈക്വൽ ടു ബി ഫോമിലേക്ക് ആദ്യം എഴുതുക. ദെൻ അത് കഴിഞ്ഞ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനകത്തുനിന്ന് റാങ്ക് ഓഫ് എ ബി കിട്ടും, റാങ്ക് ഓഫ് എ കിട്ടും. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ആണെന്ന് ആദ്യം നോക്കുക. അത് ഈക്വൽ അല്ല എങ്കിൽ അപ്പോഴേ പറയാം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, നോ സൊല്യൂഷൻ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ദെൻ അടുത്ത് നമ്മൾ എന്തുകൊണ്ട് നോക്കണം? നമ്പർ ഓഫ് അൺനോൺസും കൂടെ ഈക്വൽ ആണെന്ന് നോക്കാം. ഇവർ 3 പേരും ഈക്വൽ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അത് ലെസ് ദാൻ ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടും. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ? നേരെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, തിരിച്ച് നമുക്ക് ആ ലാസ്റ്റ് കിട്ടിയ റോ റെഡ്യൂസ്ഡ് മെട്രിക്സിനെ നമ്മൾ തിരിച്ച് മെട്രിക്സ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഇനി ഏതെങ്കിലും പ്രോബ്ലംസ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞാൽ മതി. ബാക്കി പ്രോബ്ലംസ് ഞാൻ ആ പർട്ടിക്കുലർ പ്രോബ്ലം ഞാൻ ചെയ്തു തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.